എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 73, 74 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സൂര്യാസ്തമനത്തിനെ പറ്റിയിട്ടാണ്. ഇനി തുടർന്ന് വരുന്ന കുറേ അധികം ശ്ലോകങ്ങളിൽ സൂര്യാസ്തമയം തന്നെയാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 73ാമത്തെ ശ്ലോകം നോക്കാം. സൂര്യാസ്തമനത്തിനെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ്. ദേവഃ പ്രജാനാം പരമോപകാരീ കാലേന സംക്ഷീണവസുപ്രകർഷ തിരോ ബഭൂവത്ര ഭയേവ ഭാസ്വാൻ വേലാവനേ പശ്ചിമവാരിരാശേ. ഇതിൽ പദങ്ങൾ പരിചയപ്പെടാനേ ഉള്ളൂ, പദഛേദം അധികമൊന്നുമില്ല. ദേവ പ്രജാനാം പരമോപകാരി കാലേന സംക്ഷീണവസുപ്രകർഷ തിരോ ബഭൂവ ത്രപയാ ഇവ ഭാസ്വാൻ വേലാവനേ പശ്ചിമവാരിരാശേ. ഇവിടെ സൂര്യനെ വർണ്ണിക്കുകയാണ്. സന്ധ്യാസമയം അല്ലെങ്കിൽ വൈകുന്നേരം ആവണതോട് കൂടിയിട്ട് സൂര്യൻ്റെ സകല പ്രഭാവങ്ങളും തീരുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പ്രജാനാം പരമോപകാരി ദേവ, പ്രജകൾക്കെല്ലാം ഏറ്റവും വലിയ ഉപകാരിയായിട്ടുള്ള, പരമോപകാരകം ആയിട്ടുള്ള, അതാണല്ലോ വെയിൽ, ചൂട്, ഊർജം, ഇതൊക്കെ സൂര്യൻ തരുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ പരമോപകാരി എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ദേവൻ, ദേവ ഭാസ്വാൻ, ആ സൂര്യഭഗവാൻ കാലേന, കാലത്തിൻ്റെ മാറ്റം കൊണ്ട്, നേരത്തിൻ്റെ മാറ്റം കൊണ്ട്, അതായത് വൈകുന്നേരം ആയതുകൊണ്ട്, ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും വേറെ ഒരർത്ഥം കൂടി ഇവിടെ കൂട്ടിച്ചേർത്ത് വർണ്ണിക്കാൻ പറ്റുന്ന വിധത്തിലാണ് കവി പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കഥ അല്ലെങ്കിൽ മറ്റൊരു വിഷയം അവിടെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സമാസോക്തി എന്നു പേരുള്ള ഒരു അലങ്കാരമുണ്ട് എന്നാണ് അലങ്കാരശാസ്ത്രത്തിൻ്റെ രീതിയിൽ പറയുക. അത് ഇതിന് ശേഷം പറയാം. അപ്പോൾ സൂര്യനെ പറ്റിയിട്ടാണ് പറയണത്. നേരം മാറിയപ്പോൾ, സന്ധ്യാസമയം അല്ലെങ്കിൽ വൈകുന്നേരമായി എന്നുള്ളത് കൊണ്ട്, കാലേന സംക്ഷീണ വസുപ്രകർഷ, സൂര്യൻ്റെ വസുപ്രകർഷങ്ങൾ, വസു എന്നുള്ളത് കൊണ്ട് സ്വത്ത്, സൂര്യൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വെയിലാണ് അല്ലെങ്കിൽ പ്രകാശരശ്മികൾ, അത് ചുരുങ്ങിപ്പോയി. അതാണ് സംക്ഷീണ വസുപ്രകർഷ. വസുപ്രകർഷം ചുരുങ്ങിപ്പോയത് കാരണം, വെയിലൊക്കെ മങ്ങി സൂര്യൻ്റെ എല്ലാ പ്രഭാവങ്ങളും തീർന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ എന്താ ചെയ്തത്? പശ്ചിമവാരിരാശേഹ വേലാവനേ ത്രപയാ ഇവ തിരോബഭൂവ. പശ്ചിമവാരിരാശി, പശ്ചിമം പടിഞ്ഞാറുള്ളതായ വാരിരാശി സമുദ്രം. പശ്ചിമവാരിരാശേഹ വേലാവനേ, പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ തീരത്ത്, വേലാവനം എന്ന് പറഞ്ഞാൽ തീരാണ്, സമുദ്രതീരത്തിൽ, സമുദ്രതീരത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിലെന്ന് തന്നെ പറയാം. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ത്രപയാ ഇവ, നാണിച്ചിട്ടെന്ന വണ്ണം തിരോബഭൂവ, ഒളിച്ചിരുന്നു. അപ്പോൾ തൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും തീർന്നുപോയി എന്നുള്ളത് കൊണ്ട് സൂര്യന് ഇനി ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുക എന്ന് തോന്നൽ വന്നിട്ടാണോ എന്ന് തോന്നും. ഇവിടെ ഉത്പ്രേക്ഷയുണ്ട്, ഉപമയുണ്ട്, സമാസോക്തി എന്ന് പറഞ്ഞുള്ള അലങ്കാരവും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്ന് തോന്നും. ഈ സമുദ്രത്തിൻ്റെ തീരത്ത് അല്ലെങ്കിൽ സമുദ്രത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇവിടെ സൂര്യഭഗവാനെ വർണ്ണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ധനികനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അയാളുടെ അവസ്ഥ മാറിയത് കൊണ്ടുണ്ടായ ഒരു സ്വഭാവമാറ്റം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതാണിവിടെ പ്രജാനാം പരമോപകാരി ദേവ എന്ന് പറഞ്ഞാൽ ജനങ്ങളെയൊക്കെ വളരെയധികം സഹായിച്ചു കൊണ്ടിരുന്ന ധനികനായിട്ടുള്ള ഒരാൾ, ഒരു പ്രഭു, രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ അത്രയ്ക്ക് പറയണില്ല. ഒരു പരോപകാരിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? കാലേന, കാലക്കേടുകൊണ്ട്, ഗ്രഹപ്പിഴ കൊണ്ട് സംക്ഷീണ വസുപ്രകർഷനായി തീർന്നു. അയാളുടെ സ്വത്തൊക്കെ നശിച്ചുപോയി. എന്തോ കഷ്ടകാലം വന്ന് ഭവിച്ചു. അതോടുകൂടിയിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്വത്താണ്, അത് മുഴുവനും പെട്ടെന്ന് ഇല്ലാതെയായിപ്പോയി, നശിച്ചുപോയി. വളരെ പരമ ദരിദ്രനായി തീർന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായി തീർന്നു? മഹാമോശമായി തീർന്നു, നാണക്കേടായി. അതാണ് ത്രപയാ ഇവ. ആ ധനികൻ മോശം കൊണ്ട്, നാണക്കേട് കൊണ്ട് എന്തു ചെയ്തു? ഏതോ ഒരു സ്ഥലത്ത്, ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരുന്നു. അതാണ് പശ്ചിമവാരിരാശേഹ വേലാവനെ എന്ന് പറയുമ്പോൾ ആരും കാണാത്തൊരു ദിക്കിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇനി ധനമൊക്കെ ഉണ്ടായിട്ട് ജനങ്ങളെ
അഭിമുഖീകരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആരും കാണണ്ട, ഇത്ര ധനികനായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പരമദരിദ്രനായി തീർന്നത് എന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും മുഖം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ എവിടെയോ പോയി ഒളിച്ചു. അതുപോലെയാണ് സൂര്യൻ്റെ കഥ. അപ്പോൾ സൂര്യനെ പറ്റിയിട്ട് വർണ്ണിക്കുക, അതോടൊപ്പം തന്നെ പരമദരിദ്രനായി തീർന്ന, പണ്ട് നല്ലവണ്ണം സ്വത്തുണ്ടായിരുന്ന ഒരാളെല്ലാം നശിച്ചൊരു ദരിദ്രനായി തീർന്നു എന്ന കഥ പറയണത് പോലെ വർണ്ണിക്കുമ്പോഴാണ് ഇവിടെ സമാസോക്തി എന്ന് പേരുള്ള അലങ്കാരം വരുന്നത്. പ്രസ്തുതമായിട്ടുള്ളൊരു വിഷയം വർണ്ണിക്കുമ്പോൾ അപ്രസ്തുതമായിട്ട് മറ്റൊരു വൃത്താന്തം തോന്നുക, അതാണ് സമാസോക്തി പരിസ്ഫൂർത്തി പ്രസ്തുത അപ്രസ്തുതസ്യ ചേത് എന്ന് കുവലയാനന്ദകാരൻ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം വർണ്ണിക്കുമ്പോൾ മറ്റൊരു വിഷയം കൂടി വാക്കുകളുടെ ബലം കൊണ്ട് തോന്നുക. അപ്പോൾ അവിടെ സൂര്യൻ്റെ വൈകുന്നേരം സമയത്തുള്ള അസ്തമയത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അസ്തമനത്തെ പറ്റിയിട്ടാണ് പറയണത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ദരിദ്രനായി തീർന്ന, ധനികനായിരുന്ന ഒരാൾ ദരിദ്രനായി തീർന്ന കഥയും കൂടിയും പറയണത് കൊണ്ടാണ് അവിടെ വളരെ ഭംഗിയായിട്ട് ആ അലങ്കാരം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ സൂര്യൻ തൻ്റെ എല്ലാ കഴിവുകളും ഒതുക്കിക്കൊണ്ട് പടിഞ്ഞാറേ സമുദ്രത്തിൽ പോയി ഒളിച്ചു എന്നാണ് പറയണത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണ് ഈ സൂര്യാസ്തമനത്തെ പറ്റി പറയണതെന്ന് നോക്കാം. 74-ാമത്തെ ശ്ലോകം നോക്കൂ. നഭേർണവേ ഭാനുതുരംഗമാണാം ഖുരപ്രഹാര പ്രതിപന്നമൂർച്ഛ അഭ്യുത്ഥിതാമീന പരമ്പരേവ ശ്രേണീ സമാലക്ഷ്യത താരകാണാം. ആദ്യം പദച്ഛേദം പറയാം. നഭോർണവേ ഭാനുതുരംഗമാണാം ഖുരപ്രഹാര പ്രതിപന്നമൂർച്ഛ അഭ്യുത്ഥിത മീനപരമ്പര ഇവ ശ്രേണി സമാലക്ഷ്യത താരകാണാം. ഇവിടെയും മീനപരമ്പരേവ എന്നുള്ള ദിക്കിൽ മാത്രമേ ഉള്ളൂ പദച്ഛേദം പറയാൻ. തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ ത്രവയേവ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആകാശത്തിനെ സമുദ്രമായിട്ട് ചിത്രീകരിക്കുകയാണ് കവി. അതാണ് നഭോർണവേ, നഭസ്സാകുന്ന അർണവത്തിൽ ആകാശത്തിനെ ഒരു സമുദ്രമായിട്ട് കണക്കാക്കുകയാണ് എങ്കിൽ ഇവിടെ ലുപ്തോപമയാണ്, ഉപമാലങ്കാരാണ്. നഭസ്സാകുന്ന അർണവത്തിൽ ഭാനുതുരംഗമാണാം, ഭാനുവിൻ്റെ സൂര്യൻ്റെ തുരംഗമങ്ങൾ, തുരങ്കങ്ങൾ, വാജികൾ എന്നൊക്കെ പറഞ്ഞാൽ കുതിരകൾ എന്നാണ് അർത്ഥം. കുതിരകളുടെ ഖുരപ്രതിപന്ന മൂർച്ഛ, ഖുരം എന്ന് പറഞ്ഞാൽ ശഭം എന്ന് വേറൊരു വാക്ക്, കുളമ്പ് എന്നർത്ഥം. കുളമ്പടി, ഖുര പ്രണാദം എന്ന് പറയും കുളമ്പടി ഒച്ചയ്ക്ക്. ഇവിടെ പറയാണ് ഖുരപ്രതിപന്നം, അതായത് കുളമ്പടി കൊണ്ടിട്ട്, കുളമ്പടി ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ട് മൂർച്ഛയെ പ്രാപിച്ച, മൂർച്ഛ എന്നുള്ളത് കൊണ്ട് മോഹാലസ്യം എന്നല്ല അർത്ഥം, ഇവിടെ ചത്തുപോയ എന്ന് തന്നെയാണ് അർത്ഥം വരണത്. ചവിട്ടേറ്റ് ചത്തുപോയതായ മത്സ്യങ്ങളെ പോലെ ചവിട്ട് കൊണ്ടിട്ട് കുളമ്പടിയേറ്റിട്ട് ഖുരപ്രതിപന്ന മൂർച്ഛ അഭ്യുത്ഥിത മീന പരമ്പര. അങ്ങനെ ഈ അമർത്തി ചവിട്ട് കൊള്ളുമ്പോൾ മത്സ്യങ്ങളൊക്കെ ചത്തുപോവും. അത് ആകാശത്തിൽ എന്താണ് മത്സ്യങ്ങൾ ആയിട്ട് ചിത്രീകരിക്കുന്നതെന്ന് പിന്നെ പറയും. ഇവിടെ സമുദ്രത്തിൽ കൂടെ ഈ കുതിരകൾ ഓടുകയാണ്. ഇനി സമുദ്രത്തിൽ കൂടെയാണല്ലോ ഓടണത്. അതല്ലെങ്കിൽ ആകാശത്ത് കൂടെ ഓടിയിരുന്നതിനെ സമുദ്രത്തിൽ കൂടെ ഓടിയതുപോലെ വർണ്ണിക്കുകയാണ് കവി. അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? കുതിരകളുടെ ചവിട്ടേറ്റ് താഴത്തു കൂടെ ഈ നീന്തി നടക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങും. അതാണ് വാക്ക്. അതാണ് ഇവിടെ അഭ്യുത്ഥിത എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചവിട്ടുകൊണ്ട് ചത്തുപൊങ്ങിയതായ മീനപരമ്പര ഇവ, മത്സ്യങ്ങളുടെ കൂട്ടമാണോ എന്ന് തോന്നും വണ്ണം. എന്തിനാണ് നിശ്ചല്യ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞത്? സമുദ്രമായതുകൊണ്ട് മീനുകളുണ്ടാവും, മീനുകൾ ചത്തുപൊങ്ങിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സൗന്ദര്യം എത്ര കണ്ടുണ്ട്. മഹാകവികൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇല്ല എന്നല്ല, ഞാൻ അതിനെ പറ്റിയിട്ട് അങ്ങനെ പറയണോ എന്ന് ആശങ്കിച്ചു എന്ന് മാത്രം. അഭ്യുത്ഥിത മീനപരമ്പര, പൊന്തി വന്നതായ മീനുകളുടെ കൂട്ടം എന്നതുപോലെ, ജീവനുള്ളതല്ല ജീവനില്ലാത്ത മത്സ്യങ്ങളുടെ കൂട്ടം എന്നതുപോലെ, താരകാണാം ശ്രേണി സമാലക്ഷ്യത, താരകങ്ങളുടെ നക്ഷത്രങ്ങളുടെ ശ്രേണി കൂട്ടം, ശ്രേണികൾ കാണപ്പെട്ടു. അപ്പോൾ ഈ ആകാശത്തു കൂടെ ഇങ്ങനെ കുതിരകൾ കുതിച്ചോടുകയാണല്ലോ. അപ്പോൾ ആ കുതിരകളുടെ ചവിട്ടേറ്റിട്ട് കുളമ്പടിയേറ്റ് ചത്തുപൊന്തിയതായ മത്സ്യങ്ങളാണോ എന്ന് തോന്നും വണ്ണം ആകാശത്ത് പൊടിപൊടിയായിട്ടുള്ള നക്ഷത്രങ്ങൾ പൊന്തി വരാൻ തുടങ്ങി. ആകാശത്തിനെ ഒരു സമുദ്രമായിട്ട് ചിത്രീകരിക്കുന്നത് കൊണ്ടാണ് അവിടെ സൂര്യാസ്തമയത്തിന് ശേഷം പതുക്കെ പതുക്കെ പൊന്തി വരുന്നതായ നക്ഷത്രങ്ങളെ ഇങ്ങനെ വർണ്ണിച്ചത്.
ഈ മത്സ്യങ്ങളൊക്കെ അങ്ങനെയാണ്, പതുക്കെ പതുക്കെ വല്ല വിഷമോ അങ്ങനെയൊക്കെ ഉള്ളത് ചെല്ലുമ്പോൾ മത്സ്യങ്ങളത് തിന്ന് ചത്തുപോവുകയും അവ ഇങ്ങനെ പതുക്കെ പതുക്കെ പൊന്തി വരികയും ചെയ്യും. ചത്തുപോകുമ്പോഴാണ് അത് പൊന്തി വരിക, അല്ലാത്ത സമയത്തൊക്കെ അതിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നീന്തി പോവുകയാണല്ലോ. അപ്പോൾ അതുപോലെയുണ്ട് ആകാശം കാണുമ്പോൾ എന്നാണ് കവിക്ക് തോന്നിയത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദേവഃ പ്രജാനാം പരമോപകാരി കാലേന സംക്ഷീണവസുപ്രകർഷ തിരോ ബഭൂവത്ര പയേവ ഭാസ്വാൻ വേലാവനേ പശ്ചിമവാരിരാശേ നഭോർണവേ ഭാനുതുരംഗമാണാം ഖുരപ്രഹാരപ്രതിപന്നമൂർച്ഛ അഭ്യുത്ഥിതാ മീനപരമ്പരേവ ശ്രേണീസമാലക്ഷ്യത താരകാണാം. താരകാണാം ശ്രേണീ സമാലക്ഷ്യത, താരകങ്ങളുടെ സമൂഹം കാണപ്പെട്ടു. ഇവിടെ മീനപരമ്പര ഇവ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉപമാലങ്കാരാണ്. അതുപോലെ നഭോർണവേ എന്നുള്ളതും അതും ഉപമാലങ്കാരം തന്നെയാണ്. ആകാശം സമുദ്രം എന്ന പോലെ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഉപമാലങ്കാരം തന്നെയാണ് പറയുന്നത്. അലങ്കാരഭൂയിഷ്ഠമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.